എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഒന്നുകൂടി ഞാൻ വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ കേൾപ്പിച്ചു കൊണ്ടിരുന്ന അനുഭവത്തിനായി, ദൈവിക വചനത്തിനായൊക്കെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി കർത്താവെ, ഞങ്ങൾ ഈ വായിച്ച വേദഭാഗത്തിൽ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവെ അതൊരു അനുഗ്രഹമായി തീരണം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിതലങ്ങളിൽ കൂടെയല്ല, ഞങ്ങളുടെ ആത്മാവിൽ സംസാരിക്കാനും ആത്മാവിൽ അതിനെ കേൾപ്പാനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ അകത്തെ കർത്താവെ കണ്ണ് ഒന്ന് തുറക്കപ്പെടുവാൻ, അകത്തെ മനുഷ്യൻ ബലപ്പെടത്തക്ക വണ്ണം പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. സകല മഹത്വം തരുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എഫേസ്യ ലേഖനം തുടങ്ങുന്നത് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ എഫേസ്യ ലേഖനം തുടങ്ങുന്നത് ദൈവ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറഞ്ഞാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. പൗലോസ് പറയുന്നു, ക്രിസ്തുവേശു ദൈവ ഇഷ്ടത്താലാണ് ഈ അപ്പോസ്തോലത്വം എൻ്റെ മേൽ വന്നത്. അവൻ അതിനെ ഉറപ്പിക്കുകയാണ്. എൻ്റെ ഇഷ്ടത്താലല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ് എൻ്റെ മേൽ ഈ അപ്പോസ്തോലത്വം വന്നത് എന്ന് പൗലോസ് ഉറപ്പിക്കുക. പൗലോസിൻ്റെ ഇഷ്ടം സഭയെ മുടിക്കണമെന്നായിരുന്നു പൗലോസിൻ്റെ ഇഷ്ടം. അതിനനുസരിച്ച് അവൻ വളരെ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം സഭയെ മുടിക്കണമെന്നായിരുന്നില്ല, സഭയെ പണിയണമെന്നായിരുന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഈ പകൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്താലല്ല, ദൈവ ഇഷ്ടത്താലാണ്. ഒന്നുകൂടെ ഉറപ്പിക്കാം, നമ്മുടെ ഇഷ്ടം കൊണ്ട് ആരും ഇതിനകത്ത് കയറിയതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ നാം ഇതിനകത്ത് കയറിയതാ. ഈ യേശുവിനെ അറിഞ്ഞത് സ്വന്തം ഇഷ്ടം കൊണ്ട് വന്നു കയറിയതല്ല, എനിക്ക് യേശുവിനെ വേണമെന്ന് മുറുകെ പിടിച്ചതല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ മേൽ വന്നപ്പോൾ നാം അതിനെ കീഴ്പ്പെട്ടവരാകുന്നു. കരം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അതുകൊണ്ട് നിന്റെ ജീവിതത്തിനകത്ത് ലോകത്തിൻ്റെ ഇഷ്ടം നടക്കത്തില്ല, നിന്റെ മേൽ ദൈവത്തിൻ്റെ ഇഷ്ടമേ നടക്കത്തുള്ളൂ. ലോകത്തിൻ്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല, പൈശാചിക പദ്ധതികൾ നിന്റെ മേൽ ചലിക്കത്തില്ല. കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്നെ വേർതിരിച്ചത് കൊണ്ട് ലോകത്തിൻ്റെ ഇഷ്ടത്തിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. പൗലോസ് തൻ്റെ അപ്പോസ്തോലത്വത്തെ ഉറപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുന്നു, ദൈവ ഇഷ്ടത്താലാണ് ഞാൻ ഈ പദവിയിലേക്ക് വന്ന് കയറിയതെന്ന് പൗലോസ് ആവർത്തിക്കുകയാണ്. 1-ാമത്തെ വാക്യം, 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് ഈ അധ്യായത്തിനകത്ത് 1-ാം വാക്യത്തിനകത്ത് എഫെസോസിലുള്ള വിശുദ്ധന്മാരെന്ന് പറയുന്നിടത്ത് എഫെസോസ് എന്ന് പറയുന്ന വാക്ക് ഒരു മാർജിനകത്താണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ യഥാർത്ഥമായ പതിപ്പിനകത്ത് എഫെസോസ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് എഫേസ്യർക്കും മാത്രം എഴുതിയ ഒരു ലേഖനമായിരുന്നില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ഇത് എഫേസ്യർക്ക് മാത്രം എഴുതിയ ഒരു ലേഖനം അല്ല. ഏഷ്യ മൈനറിലെ സഭകൾക്ക് എല്ലാവർക്കും കൂടി, ആ ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന സകല സഭകൾക്കും വേണ്ടി എഴുതിയ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എങ്ങനെ നമുക്കതിനെ മനസ്സിലാക്കാം? ഒരു പ്രാദേശിക സഭയുടെ വിഷയമല്ല ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയുടെ വിഷയത്തെ ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നില്ല. ആഴമേറിയ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് ഇതിനകത്ത് ആഴത്തിലുള്ള വെളിപ്പാടുകളെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും, ഇത് ഒരു പ്രാദേശിക സഭയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതല്ല. പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന് 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ
ലവോദിക്ക സഭയ്ക്ക് വേണ്ടി ഒരു ലേഖനം എഴുതിയെന്ന് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ലവോദിക്ക സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനം ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. സാധാരണ പറയുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു പതിപ്പ് ലവോദിക്ക സഭയ്ക്കും കൊടുത്തയച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ വചനത്തിലേക്ക് നമുക്ക് വരാം. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇത് പ്രാദേശിക സഭയ്ക്കുള്ളതല്ല. ഒന്ന് പറഞ്ഞേ, പ്രാദേശിക സഭയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ള അല്ല, ആഗോള സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഈ എഫേസ്യ ലേഖനം പഴയ നിയമ പുസ്തകമായ യോശുവയുടെ പുസ്തകമായി ആത്മാവിൽ ചില ബന്ധങ്ങളെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. പ്രൈസ് ദൈവജനമായ ഇസ്രയേലിന്റെ വാഗ്ദത്ത ഭൂമിയായ കനാൻ ഒരു അനുഗ്രഹത്തെ കാണിക്കുക. അതുപോലെയാണ് എഫേസ്യ ലേഖനം വിശ്വാസികളുടെ ഒരു അനുഗ്രഹത്തെ, ആത്മീക അനുഗ്രഹത്തെ കാണിക്കുന്നു. യോശുവയുടെ പുസ്തകത്തിനകത്ത് പോരാട്ടമുണ്ട്. ഈ പുസ്തകത്തിനകത്ത് നമുക്ക് പോരാട്ടങ്ങളെ കാണാം. പോരാട്ടങ്ങൾ മാത്രമല്ല, പിടിച്ചടക്കുന്നത് കാണാം. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ പുസ്തകം ഒന്നുകൂടെ ഉറപ്പിക്കാം. ഇതിനകത്ത് പോരാട്ടമുണ്ട്, ഇതിനകത്ത് വിശ്രമമുണ്ട്, ഇതിനകത്ത് അവകാശങ്ങളുണ്ട്. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. പോരാടുക മാത്രമല്ല, ഒരു സ്വസ്ഥതയുണ്ട്. എന്നും മനുഷ്യന്റെ ജീവിതത്തിൽ പോരാട്ടം മാത്രമല്ല, തിരുവചനം പറയുന്നു പോരാട്ടം മാത്രമല്ല, യഥാർത്ഥത്തിൽ ദൈവം നമ്മെ വിളിച്ചത് വിശ്രമത്തിന് വേണ്ടിയാണ്. പറഞ്ഞ അടുത്തിരിക്കുന്ന ആളെ തട്ടിപ്പറ, എന്നും പോരാട്ടമല്ല, വിശ്രമത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. പോരാട്ടമുണ്ടോ? പോരാട്ടമുണ്ട്. എന്നാൽ എന്നും ജീവിതത്തിനകത്ത് പോരാട്ടമാണെങ്കിൽ പ്രൈസല്ലോ, എന്തോ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. ദൈവം നമ്മെ വിളിച്ചത് വിശ്രമത്തിന് വേണ്ടിയാണ്, സ്വസ്ഥത അനുഭവിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ നാം വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇവിടെ ഒരു ഉയർപ്പിനെ കുറിച്ച് പൗലോസ് പറയുന്നു. ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു കഴിഞ്ഞു. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പൗലോസ് പറയുന്ന ഒരു നടന്നു കഴിഞ്ഞ ഒരു ഉയർപ്പിനെ കുറിച്ച് പറയുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ ഒരു ഉയർപ്പ് സംഭവിച്ചു കഴിഞ്ഞു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. എവിടെയാണ് ഈ ഉയർപ്പ് നടന്നത്? ഭൗതിക ശരീരത്തിലല്ല ഉയർപ്പ് നടന്നത്. ദൈവത്തിന്റെ വചനം നമ്മെ ഉറപ്പിക്കുന്നു, നമ്മുടെ ആത്മാവിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു കഴിഞ്ഞു. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പൗലോസ് പറയുന്ന ഈ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ആത്മാവിൽ സംഭവിച്ച ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം, അകത്തൊരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കും. രക്ഷിക്കപ്പെടാത്ത മനുഷ്യന്റെ അകത്ത് ഒരു മരണം അവന്റെ അകത്തുണ്ട്. രക്ഷിക്കപ്പെടാത്തവന്റെ ഹൃദയത്തിനകത്തെ ആത്മാവ് മരിച്ചിരിക്കുന്നു. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം അവന്റെ മേൽ ജീവൻ ചലിക്കാൻ തുടങ്ങും. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരുവൻ യേശുവിൽ വിശ്വസിക്കുന്ന അതേ സെക്കൻഡിൽ അവന്റെ അകത്തുനിന്നും മരണം മാറി അവന്റെ അകത്ത് ജീവൻ ചലിക്കാൻ തുടങ്ങും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവ് ഒരുവന്റെ അകത്ത് വരുമ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് മരണം മാറി അവൻ ജീവനിലേക്ക് കടക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ജീവിതത്തിനകത്തേക്ക് വരുമ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് ചലനമറ്റ അനുഭവങ്ങൾ മാറി അവൻ ചലിക്കാൻ തുടങ്ങുമെന്ന് ദൈവത്തിന്റെ വചനം ഉറപ്പിക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എവിടൊക്കെ ആത്മാവ് ചലിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അസാധാരണമായ മാറ്റമുണ്ടായിട്ടുണ്ട്. ഈ രാത്രി ആരെങ്കിലും ജീവിതത്തിനകത്തൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നീ ആത്മാവിന് വിധേയപ്പെട്ട നിന്റെ അകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും.
ഹല്ലേലൂയ. ഒരാൾ ഒന്നൂടെ കയറി പറഞ്ഞാൽ, ആത്മാവിൽ ഒരുത്തൻ വിധേയപ്പെടാൻ തുടങ്ങിയാൽ അവന്റെ ജീവിതം മാറിക്കൊണ്ടേയിരിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ജീവിതത്തിനകത്ത് വരുന്നത് അവന്റെ ജീവിതത്തിനകത്ത് ഉയർപ്പിനെ കൊണ്ടുവരുവാനാണ്. പ്രിയമുള്ള ദൈവമക്കളെ, യേശുവിനെ ആമേൻ രക്ഷിതാവായി കർത്താവായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത അതേ സെക്കൻഡിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വന്നു. ആമേൻ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് എന്റെയും നിങ്ങളുടെയും അകത്തു ചലിക്കുന്നുണ്ട്. ആമേൻ. ഞാൻ അതുകൊണ്ട് എപ്പോഴും ഞാൻ ആവർത്തിക്കും, നാം സാധാരണക്കാരല്ല, പുനരുദ്ധാനത്തിന്റെ ശക്തിയെ ചുമക്കുന്നവരാണ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിന് ഒരുവൻ വിധേയപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്നും മരണം മാറിപ്പോകുകയാണ്. അവൻ്റെ ജീവിതത്തിനകത്തുനിന്ന് വരണ്ട സാഹചര്യങ്ങൾ മാറുകയാണ്. അവൻ്റെ ജീവിതത്തിൽ നിന്ന് തകർച്ചകൾ മാറുകയാണ്. അവൻ്റെ ജീവിതത്തിനകത്തുനിന്ന് ശൂന്യതകൾ മാറിപ്പോകുകയാണ്. ആമേൻ. പാഴും ശൂന്യമായിരുന്ന ആമേൻ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ പൊരുന്തയിരിക്കാൻ തുടങ്ങിയപ്പോൾ ആമേൻ സാഹചര്യങ്ങൾ ചേഞ്ച് ആകാൻ തുടങ്ങി. ഇതുവരെ ഇല്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എപ്പോഴെങ്കിലും നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ എന്തോ ഒരു പദ്ധതി നിന്റെ അകത്ത് ആമേൻ ചലിക്കുന്നുണ്ട്. എന്തോ ഒരു പദ്ധതി പുറത്തു വരാൻ പോകുക. എന്തോ ഒരു പദ്ധതി നിന്നിൽ നിന്ന് പുറത്തു വരാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഇത് അതിനെ നിസാരമായി കാണരുത്. ആമേൻ. ദൈവത്തിന്റെ ഒരു പദ്ധതി ഒരുവന്റെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ആദ്യം ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്ന് ആ അന്തരീക്ഷത്തെ ആമേൻ തിരിക്കാൻ തുടങ്ങും. ആമേൻ. ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് ആമീൻ പൊരുന്തയിരുന്നു എന്ന് പറഞ്ഞാൽ ആ അന്തരീക്ഷത്തെ ആമീൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ആമേൻ. ആ ഭൂമിയുടെ മേൽ ഇരുള് ആമീൻ ഉണ്ടായിരുന്നു. വചനം പറയുന്നു, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ആമീൻ. ഇരുള് കുടിയിരുന്ന ഭൂമിയുടെ മേലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ കുടുംബത്തിനകത്ത് ഇരുള് കുടിയിരിക്കുമായിരിക്കാം. യുഗങ്ങൾ കുടിയിരുന്ന ആമീൻ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ കുടിയിരുന്ന കുടുംബമായിരിക്കാം. പക്ഷേ എന്നാണോ നീ യേശുവിനെ ഹൃദയത്തിനകത്ത് വഹിച്ചത്, ആ നിമിഷം കൊണ്ട് ആമേൻ ഇരുട്ടിനവിടെ തുടരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ നാം ആമേൻ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. ആമേൻ. നാം ഇരുളായിരുന്നു, പക്ഷേ ആ ഇരുണ്ട അനുഭവത്തിലേക്ക് ഇരുളായിരുന്ന എൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോ ഞാൻ വെളിച്ചമായി മാറി. ഒരിക്കൽ കൂടി പറയാം, ആമേൻ ഇരുളായിരുന്ന എൻ്റെ അകത്തേക്ക് യേശു എൻ്റെ അകത്തേക്ക് വന്നപ്പോ ഞാൻ വെളിച്ചമായി മാറി. ഹല്ലേലൂയ. ആമേൻ. കരം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പോൾ ആമീൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ എന്തോ ഒരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുക. ആമീൻ. ദൈവത്തിന്റെ പ്ലാനുമായിട്ടാ പരിശുദ്ധാത്മാവ് വരുന്നത്. ആമീൻ. മറിയയുടെ ജീവിതത്തിനകത്ത് ആമീൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ മേൽ ആമീൻ ഇറങ്ങി വന്നപ്പോ, പരിശുദ്ധാത്മാവിടെ ജീവിതത്തിൽ വന്നപ്പോ ആമീൻ ക്രിയേഷൻ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും അത് സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രിയിലും സൃഷ്ടിപ്പുകൾ സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആമേൻ മാറ്റങ്ങൾ സംഭവിക്കും. ആമേൻ എന്ന് പറഞ്ഞേ മാറ്റങ്ങൾ ഉണ്ടാകും. ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാറ്റങ്ങൾ സംഭവിക്കും. ദൈവത്തിന് വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആമേൻ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ലോകത്തിന് ബോധ്യം വരുത്തും. ഒന്നുകൂടെ പറയാം, പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ലോകത്തിന് ബോധ്യം വരുത്തും. പരിശുദ്ധാത്മാവാണ് ലോകത്തിന് പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധ്യം വരുത്തുന്നത്. ആമേൻ. 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 അത് സഭയ്ക്കകത്താണോ? അല്ല, ലോകത്തിലാണ്. അപ്പോൾ സഭയ്ക്കകത്തെ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? ഒരുവനെ ക്രിസ്തുവിൽ ആമേൻ വളരാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും.
അവനെ ശക്തീകരിക്കും, അവനെ ബലപ്പെടുത്തും, അവൻ്റെ ബലഹീനതയിൽ വന്ന് തുണ നിൽക്കും. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അമേൻ. ഈ വാക്യം അമേൻ അമേൻ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ ഒരു പൗലോസ് പറയുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അമേൻ അമേൻ. യേശുവിനെ അറിയാത്ത സകല മനുഷ്യരുടെ മേലും ആമേൻ മരണം അവരുടെ ഒരു കർത്താവിനെ അറിയാത്തവൻ്റെ അകത്ത് മരണത്തെയാണ് അവൻ വഹിക്കുന്നത്. ആമേൻ. മരണത്തെയാണ് അവൻ വഹിക്കുന്നത്. ആമേൻ. തിരുവചനം പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ അകത്ത് സംഭവിച്ചു കഴിഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ അകത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഈ ബോധ്യം നമ്മെ ഭരിക്കണം. അപ്പോൾ അതിക്രമങ്ങളാൽ എന്ന് പറഞ്ഞാൽ അതിക്രമം. ഇത് പറഞ്ഞിട്ട് ആമേൻ പ്രാർത്ഥിക്കാൻ കർത്താവേ ശരണപ്പെടുന്നു. അപ്പം അതിക്രമം എന്ന് പറഞ്ഞാൽ അതിക്രമം. അതിക്രമം പെരുകുമ്പോൾ വചനം പറയുന്ന അവിടെ നാശമുണ്ടാകും. ആമേൻ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ അതിക്രമം എന്താ? ഈ അതിക്രമം അല്ലേ? പഠിക്കുന്ന നമുക്ക് മനസ്സിലാവും. മനഃപൂർവ്വമായി വചനത്തെ ലംഘിക്കുന്ന, മനഃപൂർവ്വമായി വചന ലംഘനമാണ്. മനഃപൂർവ്വമായി വചനം ലംഘിക്കുന്നതിനെയൊക്കെ അതിക്രമമെന്ന് ബൈബിൾ വിളിക്കുന്നു. ഇത് മനസ്സിലാകാൻ നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന് 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശബ്ദമുയർത്തി വായിക്കാം. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളായിരിക്കുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്നാൽ സകല ജഡത്തിന്റെ അവസാനം എന്റെ മുൻപിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. അതിക്രമങ്ങൾ പെരുകുമ്പോൾ അവിടെ നാശം സംഭവിക്കും. എന്താണ് അതിക്രമം പെരുകുമ്പോൾ അവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാമോ? അതിക്രമം പെരുകുമ്പോൾ നാശമുണ്ടാകും. അതിക്രമം പെരുകുമ്പോൾ അവസാനമുണ്ടാകും. ആമേൻ. ഞാനൊരു പോയിന്റ് പറയാൻ വേണ്ടി മാത്രം ഇത് വായിപ്പിച്ചതാണ്. അതിക്രമം പെരുകുമ്പോൾ അവിടെ എന്തുണ്ടാകും? അവസാനമുണ്ടാകും. ആമേൻ. ഒരു വാക്യം കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവർ യോസേഫിന്റെ അടുക്കൽ ആളയച്ചു. അപ്പൻ മരിക്കും മുൻപേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു. അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണം എന്ന് യോസേഫിനോട് പറവീൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. അപ്പൊ യോസേഫിനോട് പറയുകയാണ്, നിന്റെ സഹോദരന്മാർ നിന്നോട് ചെയ്ത അതിക്രമവും പാപവും നീ അവരോട് ക്ഷമിക്കണം. അപ്പൊ യോസഫിനോട് ചെയ്ത അതിക്രമം എന്താണ്? സഹോദരന്മാർ ചെയ്ത അതിക്രമം എന്താണ്? അവന്റെ അവകാശങ്ങളെ പിടിച്ചെടുത്തു. അവന്റെ ജീവിതത്തിനകത്ത് അവന്റെ അവകാശങ്ങളെയാണ് തൻ്റെ സഹോദരങ്ങൾ ആമേൻ പിടിച്ചെടുത്തത്. അവന്റെ അവകാശങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ തൻ്റെ പിതാവിൽ നിന്നും മാറ്റി നിർത്തി. ആമേൻ. തൻ്റെ സഹോദരനെ അവർ വിറ്റുകളഞ്ഞു. പിതാവിൻ്റെ സന്നിധിയിൽ കളവ് പറഞ്ഞു. ഇത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിക്രമത്തിൻ്റെ ആഴം എന്താണെന്ന്, അല്ലേ?
വേറൊരുത്തൻ്റെ അവകാശങ്ങളെ പിടിക്കുന്നതിനും അതിനെ പിടിച്ചെടുക്കുന്നതിനുമൊക്കെ അതിക്രമമെന്ന് നമുക്ക് പറയാൻ കഴിയും. ആമേൻ. പഴഞ്ചൊല്ലിങ്ങനെ പറയാറുണ്ട്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന് പറയാറുണ്ട്. അപ്പം ഇവിടെ പറയുന്നു, ആമേൻ, യോസഫിനോട് തൻ്റെ സഹോദരങ്ങൾ ചെയ്ത അതിക്രമവും പാപവും നീ അവരോട് ക്ഷമിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മുടെ അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു. കൊലോസ്യ ലേഖനം പറയുന്നു, നമ്മുടെ അതിക്രമങ്ങളൊക്കെ ദൈവം നമ്മോട് ക്ഷമിച്ചെന്ന്. ആമേൻ പറ. ഇതിന്റെ ആഴം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, ആമേൻ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ചു. എങ്ങനെ ഉയർപ്പിച്ചത്? ആമേൻ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം, ആമേൻ, അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനിൽ നമുക്ക്, ഒന്ന് വായിക്കാമോ? ആമേൻ. യേശുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എന്നാൽ എഫെസ്യ ലേഖനം വിളിച്ചു പറയുന്നു, അതിക്രമങ്ങൾ നമ്മോട് ദൈവം ക്ഷമിച്ചു. ഒന്ന് പറഞ്ഞേ അതിക്രമങ്ങൾ ക്ഷമിച്ചെന്ന്. അതിൻ്റെ ആഴം ഒന്ന് മനസ്സിലാക്കിക്കേ. നമ്മൾ മറ്റുള്ളവൻ്റെ നന്മയെ തടഞ്ഞത് നമ്മൾ പ്രൈസ് ദി ലോർഡ് ഈ വചനം അടിസ്ഥാനത്തിൽ എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതിക്രമങ്ങളൊക്കെ ദൈവം നമ്മോട് ക്ഷമിച്ചു. കരം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അതിക്രമങ്ങളൊക്കെ ക്ഷമിച്ചെന്ന്. ആമേൻ. അതിന് ഒരു വിലയും കൊടുത്തില്ല. ആമേൻ. സ്വർഗീയ പിതാവ് നമ്മോട് ക്ഷമിച്ചെന്ന്. എങ്ങനെ? തൻ്റെ പുത്രന്റെ രക്തം കൊണ്ട്. അതിന് പ്രായച്ചിത്തമായത് കൊണ്ട് അവൻ നമ്മോട് ക്ഷമിച്ചെന്ന്. ചിലർ പറയാറുണ്ട്, നീ ഇങ്ങനൊക്കെ അങ്ങ് പൊക്കോ കേട്ടോ, നിന്നെ കൊളുത്തിട്ട് പിടിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറയാറുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ ഈ കൊളുത്തുമായിട്ട് നടക്കുന്ന പരിപാടിയല്ല. ദൈവം അങ്ങനെ കൊളുത്ത് വിട്ട് പിടിക്കുന്ന ദൈവം അല്ല. സന്തോഷമില്ല. കൊളുത്തെന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് സന്തോഷം വരത്തുള്ളൂ. ദൈവം അങ്ങനെ കൊളുത്തിട്ട് പിടിക്കുന്ന പരിപാടിയില്ല. ചിലരൊക്കെ പറയുന്ന കേട്ടാൽ ഈ പിള്ളേർ കൊണ്ടുവന്ന ചൂണ്ട പോലത്തെ ഇങ്ങനെ നീരാളി ചൂണ്ട പോലെ ദൈവത്തിൻ്റെ കൈ വലിയ ചൂണ്ടകളുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ പിടിക്കുന്ന കാലം ഉണ്ടായിരിക്കാം. പക്ഷേ ഇതങ്ങനെ പിടിക്കുന്ന ഒരു കാലത്തിലല്ല വന്നിരിക്കുന്ന. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലത്രേ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആമേൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്രയോ കൊളുത്തുകൾ ഇന്ന് രാത്രി നമ്മുടെ പുറത്ത് കണ്ടേനെ അല്ലേ? എത്രയോ കൊളുത്തുകൾ പള്ളയ്ക്കും മോന്തയ്ക്കും ചിറിക്കും കണ്ണിനും കാലിനും ഒക്കെ ഇപ്പോൾ അസാധാരണമായ കൊളുത്തുകൾ ഉണ്ടായേനെ. അങ്ങനെ കൊളുത്തിട്ട് പിടിക്കുന്ന ദൈവമല്ല. നിന്റെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചാൽ നിന്റെ ജീവിതത്തെ ദൈവം തിരിച്ചു പിടിക്കുന്നത്. നിന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടല്ല ദൈവം അത് ചെയ്യുന്നത്. ദൈവം തൻ്റെ സ്നേഹത്താൽ അവനെ തിരിച്ചു പിടിക്കും. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, തന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞ് പിന്മാറിപ്പോയ പത്രോസിനെ തന്റെ പടക് നിറച്ചു അവൻ മടക്കി വരുത്തിയെങ്കിൽ ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, എന്ത് വിഷയം കൊണ്ടാണോ നീ യേശുവിൽ നിന്ന് മാറിയിരിക്കുന്നത്, ഈ പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്നെ തകർക്കുകയില്ല. നീ മടങ്ങി വന്ന് നിന്നെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ദൈവമുണ്ട്. അതിക്രമങ്ങളൊക്കെ ക്ഷമിച്ചു. ഒന്ന് ആലോചിച്ച്, എന്തൊക്കെ പരിപാടി ചെയ്യുന്നവരാ അല്ലേ? ഇന്ന് നമുക്ക് പാസ്റ്റർ എന്ന് പറയുന്നൊരു മേലെഴുത്തുണ്ട്. രാത്രി ഞാൻ പറയാം, ആ മേലെഴുത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാസ്റ്റർ എന്നും റെവറൻഡ് എന്നും അല്ലെങ്കിൽ ബ്രദർ എന്നും ഒക്കെ കിട്ടിയ മേലെഴുത്ത് ദൈവം പലതും ഒക്കെ മറച്ചു വെച്ചത് കൊണ്ടാ. ഒന്നുകൂടെ ആമേൻ പറയാമോ? ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുക എന്നൊക്കെ പറയുന്നെങ്കിലും ദൈവം പലപ്പോഴും പലതും മറച്ചു വെച്ച് പ്രൈസ് ദി ലോർഡ് നമ്മെ നിർത്തിയിരിക്കുകയാണെന്ന് ഈ രാത്രി മറന്നു പോകരുത്. നമ്മൾ എത്രയോ മുഖംമൂടികളൊക്കെ വെച്ച് നടക്കുന്നത്. സ്നേഹത്തിൻ്റെ മുഖംമൂടി, വിശുദ്ധിയുടെ മുഖംമൂടി, സൗമ്യതയുടെ മുഖംമൂടി, എന്തൊക്കെ മുഖംമൂടിയാണ് നമുക്കൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞ ദൈവസന്നിധി വരുമ്പോൾ ഇതൊക്കെ പറിച്ച് കളയണം. തിരുവചനം പറയുന്നു, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ അപ്പാ എനിക്ക് പറ്റിപ്പോയപ്പാ എന്ന് പറഞ്ഞാൽ നിന്റെ മേലേക്ക് കാൽവറിയിലെ രക്തം വന്ന് വീഴും.
പിന്നെ ഒരു പിശാചിന് നിന്നോട് ക്ലെയിം പറയാൻ പറ്റത്തില്ല. ആമേൻ. അങ്ങനൊരു ഹൃദയമുണ്ടെങ്കിൽ, അങ്ങനൊരു ഹൃദയം വന്നാൽ നമ്മൾ യഥാർത്ഥ ട്രാക്കിലാണ്. ആമേൻ. നമ്മൾ ഈ പല കാര്യങ്ങളൊക്കെ ഉണ്ട്, പലതും നമുക്ക് വെച്ചുകെട്ടുകളൊക്കെ അഴിച്ച് ഒരു സാധാരണമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ സകല വെച്ചുകെട്ടുകളും ഒന്ന് അഴിച്ചു കളയണം. ആമേൻ. ചിലപ്പോൾ ഒരുത്തൻ നോക്കുമ്പോൾ ഒരു പാസ്റ്ററാണെന്ന് അങ്ങനെ ചില മേലെടുത്തൊന്നും വന്നെന്നിരിക്കുന്നില്ല. പക്ഷെ സ്വർഗം പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. കാര്യം അവൻ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടല്ല, അവൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന കാണുമ്പോഴാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ പറയാം, ആമേൻ. ഒരു കല്യാണ വസ്ത്രം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കല്യാണ വസ്ത്രം ഇട്ടേക്കണം. ആ കല്യാണ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ അകത്തറിയാതെ വിനയമുണ്ടാകും. നാം ആരുമല്ലെന്നോ ബോധ്യം നമുക്ക് വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കല്യാണ വസ്ത്രം നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ ഈ നിറച്ച ഷർട്ട് കാണത്തില്ല. കാര്യം കല്യാണ വസ്ത്രമേ കാണത്തുള്ളൂ. ഇനിയിപ്പോൾ ഒരാൾ ആമേൻ ഒരു 50,000 ഒരു കോട്ടോ ഒക്കെ ഇട്ട് വന്നാലും അതിൻ്റെ മേളിൽ കല്യാണ വസ്ത്രം വരുമ്പോൾ ഇവൻ്റെ വിലയുള്ള ഈ വസ്ത്രവും കാണത്തില്ല. ആമേൻ. ആ ഉപമയ്ക്കകത്ത് പറയുന്നു, ഒരുത്തൻ കല്യാണ വസ്ത്രമില്ലാതെ വന്നു, അവൻ പിടിക്കപ്പെട്ടു എന്ന്. എന്ന് പറഞ്ഞാൽ അത് സ്വയനീതിയെ കാണിക്കുക. അവൻ പറഞ്ഞു, ഇത് 60,000 രൂപയുടെ കോട്ട, ഇത് മതി, ഇത് സ്വയനീതിയാണ്. അപ്പം ആ സ്വയനീതിയുള്ളവർ പിടിക്കപ്പെടും. അപ്പം യേശുവിൻ്റെ നീതി, ആമേൻ, അതിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ആമേൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധ്യം വരുത്തും. ആമേൻ. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. മോനെ, അത് തെറ്റാ, അത് നിനക്ക് ചെയ്യാൻ പാടില്ല. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ആമേൻ. ആ കുറ്റബോധത്തിലിരിക്കുകയല്ല. അപ്പം പരിശുദ്ധാത്മാവ് പറയും, നിനക്ക് വേണ്ടി നിന്റെ പാപത്തിന് പ്രായശ്ചിത്തമായ യേശു, അവൻ്റെ നീതി നിന്റെ മേലുണ്ട് എന്ന പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തും. കരമുയർത്തി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു. ഒന്ന് പറഞ്ഞേ, അതിക്രമങ്ങളൊക്കെ ദൈവം നമ്മോട് ക്ഷമിച്ചു. ആമേൻ. അപ്പോൾ നമ്മെ ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തത്. അമ്മേ, പ്രിയ ദൈവദാസൻ അമ്മ വായിച്ച വേദഭാഗം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിശുദ്ധീകരിച്ചു. ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മെ തിരഞ്ഞെടുത്തു. റോമാലേഖനത്തിനകത്ത് പറയുന്നു, തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ അവൻ മുൻനിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു വരിക്കുന്നു. ഇവിടെ നമുക്കൊരു പാർട്ടുമില്ലെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ആമേൻ. ഇവിടെ നമുക്കൊരു പാർട്ടുമില്ല. ദൈവം തന്നതിനെയൊക്കെ സൂക്ഷിക്കണം. ആമേൻ. ഇതിനെയൊക്കെ സൂക്ഷിക്കണം. ദൈവം തന്ന നീതിയെയും ദൈവം തന്ന വിശുദ്ധിയെയൊക്കെ സൂക്ഷിക്കുന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കറപറ്റരുത്. ഇനി അഥവാ കറപറ്റിയാൽ, യോഹന്നാന്റെ ലേഖനം നമ്മെ ഉറപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യരുത്. അഥവാ നിങ്ങൾ പാപം ചെയ്താൽ നമുക്കൊരു കാര്യസ്ഥമുണ്ട്. അഥവാ നിങ്ങളുടെ വസ്ത്രത്തിനകത്ത് കറപുരണ്ടാൽ അത് കഴുകിത്തരുന്നൊരു പരിശുദ്ധാത്മാവുണ്ട്. നിമിഷം കഴുകിക്കോണം, നാളേക്ക് വെക്കരുത്. അതാണ് യഥാർത്ഥ ആത്മീയര്. അപ്പൊ പറ്റിപ്പോയി എന്ന് പറയുന്നൊരു ഹൃദയം നമുക്കുണ്ടാകണം. ആ നിമിഷം തന്നെ കഴുകണം. ഹല്ലേലൂയ. കരം ഉയർത്തി കർത്താവ് എന്ന് പറഞ്ഞു. ആമേൻ. അപ്പം ദൈവം നമ്മെ ഈ ഒരു ആത്മീയ സാഹചര്യത്തിനകത്ത് കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ഇന്നാകുന്ന നമ്മളെ ഇതുപോലെ കൊണ്ടുവരുവാൻ ദൈവം എത്രയോ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എല്ലാവരും ആമേൻ പരസ്യ യോഗങ്ങളിൽ പ്രസംഗിക്കുന്നവർ നാം എന്താണ് പറയുന്നത്? അവിടെ നമ്മൾ വിളിച്ചു പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. ആമേൻ. നിങ്ങളുടെ പാപത്തിന് യേശു പ്രായശ്ചിത്തമായി.
നിങ്ങളുടെ പാപത്തിന് പരിഹാരം യേശു കാൽവറിയിൽ ആമേൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു എന്ന് വിളിച്ചു പറയും. അതുകൊണ്ട് നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തെ യേശു തൻ്റെ ശരീരത്തിൽ വഹിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ആയി എന്നാണ് യഥാർത്ഥ സുവിശേഷം. പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ സുവിശേഷം പറഞ്ഞു വരുമ്പോൾ അവൻ എന്തൊക്കെയോ ചെയ്തിട്ട് അവന് ലഭിക്കുന്ന സുവിശേഷം പോലെയാണ് ഇപ്പം നമ്മൾ പറയുന്ന സുവിശേഷം. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന നിങ്ങൾ മറ്റൊരു സുവിശേഷം എന്ന് പറയുന്നതിൻ്റെ കാര്യമാണ്. ആമേൻ. പൗലോസ് പറഞ്ഞ സുവിശേഷത്തിനേക്കാൾ മറ്റൊരു സുവിശേഷം എന്ന് പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നതിൻ്റെ കാര്യമാണ്. അവിടെ പ്രവൃത്തിയുടെ സുവിശേഷം. ആമേൻ. ഗലാത്യ സഭയ്ക്കകത്ത് ആമേൻ ആരോ വന്ന് പ്രവൃത്തിയുടെ സുവിശേഷം പറഞ്ഞു. അതാ കാര്യം. കരമുയർത്തി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ഹൃദയം അറിയണം. അടുത്തിരിക്കുന്ന തട്ടിപ്പറ, ദൈവത്തിന്റെ ഹൃദയം അറിയണം. ദൈവം നിന്നെ കൊളുത്തിട്ട് പിടിക്കുന്ന ദൈവമല്ല. ദൈവം നിന്റെ കാലും കൈയും ഒടിച്ച് നിന്നെ ഒരു വീൽ ചെയറിനകത്ത് ഇരുത്തിയിട്ട് നിന്നെ പഠിപ്പിക്കുന്ന ദൈവമല്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക, ദൈവം നിന്നെ കൊളുത്തിട്ട് പിടിക്കുന്ന ഒരു ദൈവമേ അല്ല. പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ നിനവിയിൽ പോയി ഞാൻ പറയുന്നത് ആമേൻ പ്രവചിക്കണം. നിനവിയിൽ പോയി ഞാൻ പറയുന്നത് പോലെ പ്രസംഗിക്കണം. പ്രവാചകൻ ആമേൻ നിനവയ്ക്ക് പോയില്ല, തർസീസിലേക്ക് പോയി. ആമേൻ കൂലി കൊടുത്ത് ആമേൻ കപ്പലിന്റെ അടിത്തട്ടി കിടന്നുറങ്ങി. ആമേൻ 500 കിലോമീറ്റർ യാത്ര ചെയ്യാൻ തയ്യാറാകുക. കാര്യം നിനവയിലേക്ക് പോകാൻ തനിക്ക് വയ്യ. എന്നാൽ ദൈവം നിനവയിലെത്തിച്ചു. നിനവയിലെത്തിച്ചപ്പം ദൈവം എന്താണോ ആമേൻ ആ പ്രവാചകനോട് ദൈവം എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ പ്രവചിച്ചു, അതുപോലെ തന്നെ പറഞ്ഞു. ദൈവം പറഞ്ഞതിന് വള്ളിയോ പുള്ളിയോ മാറ്റാതെ പ്രവചിച്ചു. എന്നിട്ട് ആമേൻ നിനവയുടെ മേലെ പ്രവചനത്തിന്റെ നിവർത്തീകരണം നടക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ദൈവം അവന്റെ ഹൃദയത്തോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ പ്രവാചകൻ പറയുകയാണ്, ആമീൻ അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് നീ മനസ്സലിവുള്ള ദൈവമാണ്. ആമേൻ. പ്രവാചകനോട് ദൈവം പറയുന്നു, ഇടം കൈയും വലം കൈയും അറിയാത്ത എൻ്റെ ജനമെന്ന് ദൈവം പറയുക. പ്രവാചകൻ അത് പ്രവചിക്കാത്തതിൻ്റെ കാര്യം എന്താ? പ്രവാചകന് ദൈവത്തിൻ്റെ ഹൃദയം അറിയാം. ഞാനിവിടെ പോയി ഇപ്പോൾ ഈ സന്ദേശം പറയും, ഈ ഉണർവിൻ്റെ സന്ദേശം പറയും. ഈ ഉണർവിൻ്റെ സന്ദേശം ജനം ഏറ്റെടുക്കും. ഏറ്റെടുത്താൽ ഞാൻ ഈ പറഞ്ഞ ഒരു ദൂതും നടക്കാൻ സാധ്യതയില്ല. ആമേൻ. കരമുയർത്തി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. അപ്പൊ പ്രവാചകന് ദൈവത്തിൻ്റെ ഹൃദയം അറിയാമായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ കാലത്ത് ദൈവം അങ്ങനെ ചെയ്തെങ്കിൽ ഈ കൃപയുടെ കാലത്ത് എത്ര അധികമാണ്. ആമേൻ. വചനം നമ്മളെ അത് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായെങ്കിൽ, യേശു നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ ഇതിന് ഇനി എത്ര അധികമാണ് എന്നാ പറയുന്നത്. നാം ശത്രുക്കളായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചെങ്കിൽ, ആമേൻ പ്രൈസ് ദി ലോർഡ്, യേശു നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതിന് ശേഷം എത്ര അധികം കൃപ. അടുത്തിരിക്കുന്ന തട്ടിപ്പറ, കൃപയുടെ സുവിശേഷമാണ് യഥാർത്ഥ സുവിശേഷം. ശരിക്കും നമ്മൾ ഈ കൃപയെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകൾ ഇവിടെയൊക്കെ പറഞ്ഞു നടന്ന ഏതെങ്കിലും കാര്യങ്ങളിലാണ് നമ്മുടെ ചിന്തയിൽ വരുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിൽ വരുന്നത് ചില ഗ്രൂപ്പുകൾ ഇവിടെ പ്രസംഗിക്കപ്പെട്ട അവരുടെ ആശയങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ചിന്ത അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ യഥാർത്ഥ ദൈവവചനം പറയുന്നു, കൃപയാൽ അത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ സത്യവചനം യഥാർത്ഥമായി ആ വചനത്തിന് നമ്മൾ ഹൃദയം കൊടുക്കുമ്പോഴാണ് ആമേൻ ആത്മാവിൻ്റെ ചലനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ പറയാം, എന്താണോ പ്രസംഗിക്കപ്പെടുന്നത് അത് നമ്മുടെ ലൈഫിലുണ്ടാകും. നമ്മുടെ പാപങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ആമേൻ പുത്രൻ്റെ രക്തം കൊണ്ട് നമ്മുടെ സകല പാപവും കഴുകി നമ്മെ വെടിപ്പാക്കി ദൈവം നമ്മെ നിർത്തിയിരിക്കുക. ആമേൻ. ആമേൻ. ആമേൻ.
പത്രോസ് ലേഖനം എഴുതുമ്പോൾ പത്രോസ് പറയുന്നു, യേശു ആർക്ക് വേണ്ടിയാണ് മരിച്ചേ? ഒരു ചോദ്യം, ആർക്ക് വേണ്ടിയാണ് മരിച്ചേ? എന്താ നമുക്ക് വേണ്ടി. ആൻറ്റി പറഞ്ഞ ആർക്ക് വേണ്ടിയാ? പാപികളായ നമുക്ക് വേണ്ടി. എന്നാലും തെറ്റിപ്പോയി. പാപികളായ നമുക്ക് വേണ്ടി അല്ലേ? എന്തായിരിക്കും? ആർക്ക് വേണ്ടി യേശു മരിച്ചത്? നമ്മളെല്ലാവരും നമുക്ക് വേണ്ടിയാണ്. ഇതാ പ്രശ്നം. നമുക്ക് വേണ്ടി മാത്രമല്ലെന്നേ. നമ്മളൊക്കെ യേശുവിനെ നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചിരിക്കുക. നമുക്ക് വേണ്ടി മാത്രമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പാപം ക്ഷമിക്കും, അവൻ്റെ പാപം ക്ഷമിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവൻ ഇന്ന സാധനം ചെയ്ത ടീമാണ്, അവൻ ഇതെല്ലാം ചെയ്ത കാര്യമാണ് എന്ന് പറയും. പക്ഷെ നമ്മോട് ക്ഷമിച്ച ദൈവം അവനോട് ക്ഷമിക്കത്തില്ലേ? ഇല്ലേ? ഇത്ര ഉടായ്പ ചെയ്ത് എന്നോട് ദൈവത്തിന് ക്ഷമിക്കാമെങ്കിൽ ചെറിയൊരു പരിപാടി കാണിച്ച് അവനോടും ദൈവം ക്ഷമിക്കുമെന്നേ. അമ്മയും പറഞ്ഞേ, ക്ഷമിക്കും. അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയും, നമുക്കൊരാളെ ചേർത്ത് പിടിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന സുവിശേഷം മറ്റുള്ളവർ കേൾക്കാൻ സാധ്യതയുള്ളൂ. ആമേൻ. അപ്പം നിശ്ചയമായി ദൈവം അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹം അനുഭവിപ്പാൻ ആണ് വിളിച്ചത്. ആമേൻ. തകർക്കാൻ വേണ്ടിയല്ല വിളിച്ചത്, നിന്റെ ബിസിനസ് പൊളിക്കാൻ വേണ്ടിയല്ല വിളിച്ചത്, നിന്റെ ജോലിയെ തകർത്തിട്ട് നിന്നെ കുത്തിയിരുത്താൻ വേണ്ടി അല്ല വിളിച്ചത്. നിന്നെ വിളിച്ചത് അനുഗ്രഹം അനുഭവിപ്പാനാണ്. അഥവാ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഒരു നീക്കുപോക്ക് ദൈവം തന്നിരിക്കും. ആമേൻ. തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷ നിങ്ങളുടെ മേൽ വരത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അറിയാം പ്രമോദിന് എന്തൊക്കെ വഹിക്കാൻ കഴിയും, അതനുസരിച്ച് ദൈവം പ്ലാൻ ചെയ്ത് തന്നിട്ടുള്ളൂ. എൻ്റെ മോനും ഞാനും ഒരു സാധനം വാങ്ങിക്കാൻ കടയിൽ പോയിട്ട് തിരിച്ചു വരികുമ്പോൾ ആമേൻ ഒരു 35 കിലോ ഉള്ളൊരു സാധനം എൻ്റെ മകൻ്റെ തോളിലെടുത്ത് ഞാൻ വെച്ച് കൊടുക്കത്തില്ല. എന്താ വെച്ച് കൊടുക്കാത്ത? പറ സിസ്റ്റർ, എന്താ വെച്ച് കൊടുക്കാത്ത? ഭാരമല്ല, അവൻ എൻ്റെ മകനായി പോയതാ. അവനെൻ്റെ മകനാ, അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല. ദൈവത്തിൻ്റെ മകളാണെന്ന് ചുമക്കാൻ കഴിയാത്തൊരു സാധനം തരത്തില്ല. തിരുവചനം പറയുന്നു, പരീക്ഷയോട് നീക്കുപോക്കുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ കുഞ്ഞെ, പരീക്ഷ ഒരുക്കുന്നതിന് മുമ്പ് നിനക്ക് അതിൻ്റെ നീക്കുപോക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അഥവാ നീ അങ്ങനെ കുഴയാണെങ്കിൽ ദൈവത്തോട് ചോദ്യം ചോദിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്, ഈ വിഷയത്തിനകത്തൊരു നീക്കുപോക്ക് നീ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് വെളിപ്പെടുത്തിയതാ. ആമേ. അങ്ങനെയാണ് ഈ രാത്രി ദൈവം ഒരു നീക്കുപോക്ക് തരാൻ പോവുക. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്തൊരു നീക്കുപോക്ക്. ഒരാമയും പറഞ്ഞു ഒരു നീക്കുപോക്ക്. ആമേൻ. നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ആത്മാവിൽ പറയുന്നത് സംഭവിച്ചിരിക്കും. ആമേൻ. ചില വിഷയത്തിനകത്ത് നീക്കുപോക്കുകൾ ഈ രാത്രി ദൈവം ചെയ്യുകയാണ്. ആമേൻ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിനകത്തൊരു ഉയർപ്പ് നടന്നതാണ്. ആമേൻ. അത് നമ്മുടെ ആത്മാവിലാണ് സംഭവിച്ചത്. ഞാൻ എപ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ആമേൻ ഒരു വീണ്ടെടുപ്പുണ്ട്. ആമേൻ. ഒന്നാമത്തെ ഉയർപ്പ് നമ്മുടെ അകത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിയാത്തത് കൊണ്ടാണ് കണ്ടോ ഇപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു പിടുത്തം വന്നു. എന്താ? ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. ഇത് ആമേൻ ദ്രവത്വമുള്ളതാണ്. ഇനി അദ്രവത്വമുള്ളതിനെ ഒന്നിനെ പ്രാപിക്കും. ഇത് മർത്യമായതാണ്, അമർത്യതയെ ധരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഈ രാത്രി ആമേൻ ദൈവം നമ്മോട് സംസാരിച്ചു. ആമേൻ. എല്ലാവരും കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ആമേൻ. ദൈവ ഹൃദയത്തെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. തിരുവചനം പറയുന്നു, അവൻ നമ്മുടെ അകൃത്യങ്ങളൊക്കെയും ക്ഷമിച്ചു. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ വചനം നമ്മെ ഉറപ്പിക്കുന്നു, അതിക്രമങ്ങളൊക്കെ ദൈവം നമ്മോട് ക്ഷമിച്ചു. ആമേൻ. നാം ചെയ്ത ഓരോ വാക്കുകളും മറ്റുള്ളവരെ ഉറപ്പെടുത്തിയത് ഒക്കെ ദൈവം നമ്മോട് ക്ഷമിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഉറപ്പിക്കുന്നു. ഹൃദയം കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. ഏതെങ്കിലും മേഖലയ്ക്കകത്ത്
ഏതെങ്കിലും കാര്യത്തിനകത്തൊരു ക്രമീകരണം സംഭവിക്കേണ്ടതുണ്ടെങ്കിൽ ഈ രാത്രി ആമേൻ ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇന്ന വിഷയത്തിനകത്ത് ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചു പോയി കർത്താവേ, അവിടുത്തെ പുത്രൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഇന്ന വിഷയത്തിനകത്ത് കർത്താവേ ഞാൻ ആ സഹോദരിയോട് ഇടപെട്ടത് അതിനകത്ത് എൻ്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചു പോയി കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ സഹോദരനോട് ഇടപെട്ടതിൽ എനിക്ക് സംഭവിച്ചു പോയി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ്, എനിക്കറിയാം ചില ഹൃദയത്തിനകത്ത് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തുന്നുണ്ട്. ആമേൻ ബോധ്യം വരുത്തുന്ന വിഷയത്തെ ദൈവത്തോട് പറഞ്ഞ് ഈ രാത്രി നിരപ്പ് പ്രാപിക്ക്. നിനക്ക് വേണ്ടി ദൈവം ഒരു വലിയ നന്മയെ ഈ രാത്രി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹൃദയം കൊടുക്കാതെ നീ മാറി നടക്കുകയാണോ? ഈ രാത്രി ദൈവം നിന്നോട് പറയുന്നു, നീ അകലം വിട്ട് നടക്കാതെ നീ എന്നോട് ചേർന്ന് നിൽക്ക്. നീ അകലം വിട്ട് നിൽക്കുന്ന നിന്നോട് ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അകലം വിട്ട് നിൽക്കാതെ നീ അടുത്തു വാ. എന്താണോ നിന്റെ ജീവിതത്തിനകത്ത് അകലമിടുന്നത്, അതിനെ ഈ രാത്രി എടുത്ത് പുറത്ത് കള. നീ നിന്നെ മുറുകെ പറ്റുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഈ രാത്രി അതിനെ കുടഞ്ഞുകളാ.